ഗുരുഗ്രാമിൽ നിന്നും വളരെ നാടകീയമായ ഒരു അറസ്റ്റിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിട്ടയർ ചെയ്ത ഒരു ആർമി കേണലിന്റെ വീട്ടിൽ വൻ കവർച്ച നടത്തിയ 4 ബംഗ്ലാദേശി മോഷ്ടാക്കൾ പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാനായി ഇവർ അണ്ടർപാസിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. വീഴ്ചയിൽ 4 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 4 പുലർച്ചെയാണ് കേണലിന്റെ ഗുരുഗ്രാം സെക്ടർ 23-ലുള്ള വീട്ടിൽ ഇവർ കവർച്ച നടത്തിയത്. ജനലിന്റെ ഗ്രിൽ മുറിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ കേണലിന്റെ മരുമകളെയും പേരക്കുട്ടിയെയും തോക്കിൻ മുനയിൽ നിർത്തി സ്വർണവും വജ്രവും പണവും അടക്കം കൊള്ളയടിച്ചു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ഇവർ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. പാലം വിഹാർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ദ്വാരക റോഡിലെ ബജ്ഗേര അണ്ടർപാസിന് സമീപത്ത് വെച്ച് പോലീസിനെ കണ്ടയുടൻ ഇവർ താഴേക്ക് എടുത്തു ചാടുകയായിരുന്നു. വീഴ്ചയിൽ ഖൈറുൽ അഥവാ അർമാൻ എന്ന പ്രതിയുടെ 2 കാലുകളും ഒടിഞ്ഞു. ഹിലാൽ, മാമൻ എന്നിവരുടെ ഓരോ കാലുകൾക്കും മാമോഖാന്റെ കൈക്കുമാണ് പൊട്ടലേറ്റത്. 4 പേരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ സംഗം വിഹാർ, വസീറാബാദ് എന്നിവിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്ന ഇവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് പറയുന്നു. അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി വമ്പൻ വീടുകൾ നോക്കിവെച്ച് കവർച്ച നടത്തിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തന്നെ മുങ്ങുന്നതാണ് ഇവരുടെ രീതി. ഇത്തവണയും അങ്ങനെ രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരിക്കുമ്പോഴാണ് ഗുരുഗ്രാം പോലീസ് ഇവരെ അതിവിദഗ്ധമായി പിടികൂടിയത്. ഡൽഹി, ഹരിയാന, UP തുടങ്ങി പല സംസ്ഥാനങ്ങളിലായി കൊലപാതകവും കൊള്ളയുമടക്കം ഡസൻ കണക്കിന് കേസുകൾ ഇവരുടെ പേരിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.